blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച 3 വ്യക്തികൾക്കായി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് നെടുങ്കണ്ടത്തുനിന്നുള്ള ഏലിയാസ് പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ സെലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹൃദയ സംബന്ധമായ രോഗത്തിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള ശ്രീകുമാരി കൃഷ്ണൻകുട്ടിക്കായി പ്രാർത്ഥിക്കുന്നു. നാളെ തൻ്റെ ജന്മദിനം സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ തന്നെ അനുഗ്രഹിക്കുന്ന സകല ജന്മദിന നന്മകളാൽ നിറയ്ക്കണമേ. തനിക്ക് ദൈവം നൽകിയ 2 മക്കൾക്കും നല്ല ഫ്യൂച്ചർ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വരാപ്പുഴയിൽ നിന്നുള്ള അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ കർത്താവെ. ഞങ്ങൾ ചേർന്ന് മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ അമലിനെയും തൻ്റെ സഹോദരി ആതിരയെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് നല്ല ശമ്പളത്തോടുകൂടി നല്ല ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ 3 വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം മെയ് 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. So the first way to become holy is to connect your life with Jesus. വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ വഴി എന്നുള്ളത് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. The second way, by the blood of Jesus Christ. 2, ക്രിസ്തുവിന്റെ രക്തത്താൽ. Everybody say, by the blood of Jesus. എല്ലാവരും പറയാമോ? യേശുവിന്റെ രക്തത്താൽ. 1 John chapter 1 verse number 7. 1 യോഹന്നാൻ 1:7. If we sin, we can confess our sins. നമ്മൾ പാപം ചെയ്താൽ നമുക്ക് ആ പാപങ്ങളെ ഏറ്റുപറയാൻ We കഴിയും. can seek the forgiveness of God. കർത്താവിന്റെ പാപക്ഷമ നമുക്ക് ചോദിക്കാൻ The കഴിയും. Bible says God is righteous and faithful to forgive all our sins. നമ്മുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുവാൻ അവൻ നീതിമാനും വിശ്വസ്തനുമാണ്. But we should not stop at our availing forgiveness from the Lord. എന്നാൽ കർത്താവിൽ നിന്നും ആ ക്ഷമ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ നിർത്തിക്കളയരുത്. After that, we have to seek the purging with the blood of Jesus. അതിനുശേഷം നമ്മൾ കർത്താവിന്റെ രക്തത്താലുള്ള ഒരു കഴുകലിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം. That's what this verse says. The blood of Jesus is capable enough, able enough to cleanse us from all our sins. അതാണ് ഈ വാക്യം പറയുന്നത്. കർത്താവായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപത്തിൽ നിന്നും കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും. Hallelujah. ഹല്ലേലൂയ. This we have to do on a daily basis. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം. Whenever we are convicted of our sins, that's the time we can confess our sins, seek forgiveness, and then cleanse ourselves with the blood of Jesus. നാം എപ്പോഴൊക്കെ പാപത്തെക്കുറിച്ച്, നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ബോധം വരുന്നുവോ അപ്പോഴൊക്കെ യേശുവിന്റെ രക്തത്താൽ നമ്മളെ തന്നെ ഏറ്റുപറഞ്ഞ് കഴുകേണ്ടതാണ്. This is about practical holiness. ഇത് പ്രായോഗിക വിശുദ്ധിയെക്കുറിച്ചാണ്. So I'm going to give you practically how you can do that. I'm going to explain. ഇത് പ്രായോഗികമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. Many people have a confusion. പല ആളുകൾക്കും ഒരു സംശയമുണ്ട്. Jesus shed the blood 2000 years back. യേശു രക്തം ചൊരിഞ്ഞത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ? We were not there. നമ്മൾ ഉണ്ടായിരുന്നില്ലല്ലോ. And the shed blood was poured out into the earth and it drenched the earth. ആ രക്തം ചൊരിയപ്പെട്ടത് അത് മണ്ണിലേക്ക് വീഴുകയും അവിടെ അത് ഉണങ്ങി വറ്റിപ്പോവുകയും ചെയ്തു. And after that the blood was lost. അതിനുശേഷം ആ രക്തം അവിടെ നഷ്ടപ്പെട്ടു. How can I take that blood and cleanse me? ആ രക്തം ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ ഇന്നെന്നെ കഴുകാൻ സാധിക്കും? This was a question in my life also. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. But I got the answer. പക്ഷെ എനിക്ക് ഉത്തരം കിട്ടി. You want to get the answer today? ഉത്തരം കേൾക്കാൻ ആഗ്രഹമുണ്ടോ? How many of you want to? എത്ര പേർക്ക് ശരിക്കും ആഗ്രഹമുണ്ട്? Listen to this. ശ്രദ്ധിച്ചാലും
The blood that was shed 2000 years was his physical blood. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ചൊരിഞ്ഞ രക്തമെന്നത് തന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തമാണ്. Hallelujah. Hallelujah. That was a physical blood. അത് ഭൗതിക രക്തമാണ്. But from that time, his spiritual blood is flowing from the cross to all the continents. എന്നാൽ ആ നിമിഷം മുതൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ആ ആത്മീക രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Not the physical blood, ആ ഭൗതിക രക്തമല്ല, but in the spirit world, a spiritual river is flowing, the blood river of Jesus. എന്നാൽ ആത്മീക ലോകത്തിൽ ഒരു ആത്മീക നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, യേശുവിന്റെ രക്തമെന്ന ആത്മീക നദി. Hallelujah. ഹല്ലേലൂയ. And that blood is flowing even today right here. ആ പുഴ ഇന്നും ഇവിടെ ഒഴുകുന്നുണ്ട്. And when you are at home, that blood is flowing still through your home. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലൂടെ ആ രക്തത്തിന്റെ നദി ഒഴുകുന്നുണ്ട്. So people of any nation and generation can get this spiritual blood by faith. അതുകൊണ്ട് ഏത് രാജ്യത്തുള്ളവർക്കും ഏത് തലമുറയുള്ളവർക്കും വിശ്വാസത്താൽ ഈ രക്തത്തെ സ്വീകരിക്കാൻ സാധിക്കും. Suppose you realize that you committed a sin, നിങ്ങൾ ഒരു പാപം ചെയ്തു നിങ്ങൾ തിരിച്ചറിയുന്നു, and you started repenting over that. നിങ്ങൾ അതിനെ ഓർത്ത് You പശ്ചാത്തപിക്കുന്നു, confess the sin, പാപം ഏറ്റുപറയുന്നു, and you prayed, Lord, forgive me. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. After that, practically what you have to do is, by faith, you have to say, Lord, I cleanse myself with the blood of Jesus. Orally, you have to say. നിങ്ങൾ അതിനുശേഷം ചെയ്യേണ്ടത്, നിങ്ങൾ വായ കൊണ്ട് പറയണം, കർത്താവേ എന്നെ തന്നെ യേശുവിന്റെ രക്തത്താൽ ഞാനിപ്പോൾ കഴുകുന്നു. Can you say that? പറയാമോ? യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ തന്നെ ഞാനിപ്പോൾ കഴുകുന്നു. Try once again. യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ തന്നെ ഞാനിപ്പോൾ കഴുകുന്നു. So you can do that in a detailed way. ഇത് നിങ്ങൾക്ക് അല്പം വിശദീകരിച്ച് ചെയ്യാൻ സാധിക്കും. I will show you how. എപ്രകാരമാണെന്ന് You കാണിക്കാം. can say, Lord, I wash my body with your blood. കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്റെ ശരീരത്തെ ഞാനിപ്പോൾ കഴുകുന്നു. പറയാമോ? കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്റെ ശരീരത്തെ ഞാനിപ്പോൾ കഴുകുന്നു. Then, Lord, I wash my spirit with your blood. കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ രക്തത്താൽ ഞാനിപ്പോൾ കഴുകുന്നു. Everybody. കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങയുടെ രക്തത്താൽ ഞാനിപ്പോൾ കഴുകുന്നു. Father, I wash my emotions and thoughts with your blood. കർത്താവേ എന്റെ ചിന്തകളെയും എന്റെ വികാരങ്ങളെയും അങ്ങയുടെ രക്തത്താൽ ഞാനിപ്പോൾ കഴുകുന്നു. Father, I wash my conscience with your blood. കർത്താവേ എന്റെ മനസ്സാക്ഷിയെ അങ്ങയുടെ രക്തത്താൽ ഞാനിപ്പോൾ കഴുകുന്നു. Father, I wash my consciousness with your blood. കർത്താവേ എന്റെ ഉപബോധ മനസ്സിനെ ബോധ മനസ്സിനെ ഞാനിപ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകുന്നു. Father, I wash my subconscious mind with your blood. കർത്താവേ എന്റെ ഉപബോധ മനസ്സിനെ ഞാനിപ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകുന്നു. Father, I wash my unconscious mind with your blood. കർത്താവേ എന്റെ അബോധ മനസ്സിനെ യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകുന്നു. Father, I wash my memories with your blood. കർത്താവേ എന്റെ ഓർമ്മകളെ യേശുവിന്റെ രക്തത്താൽ കഴുകുന്നു. Father, I wash my complete being with your blood. എന്റെ മുഴു ജീവിതത്തെയും എന്നെ തന്നെ ഞാൻ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ കഴുകുകയാണ്. The Bible says, blessed are those who wash themselves in the blood of Jesus. വചനം പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ തങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുന്നവർ ഭാഗ്യവാന്മാർ. Hallelujah. Hallelujah. So this you have to do every day. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. Hallelujah. Hallelujah. So that's the second way we can cleanse ourselves. ഇങ്ങനെയാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ട രണ്ടാമത്തെ രീതി എന്നത്. Number 3, by the word of God. 3 ദൈവവചനത്താൽ. John chapter 15 and verse number 3. യോഹന്നാന്റെ സുവിശേഷം 15:3. Hallelujah. Hallelujah. This kind of washing ourselves or cleansing ourselves also should be done every day. ഈ തരത്തിലുള്ള ശുദ്ധീകരണവും നമ്മൾ എല്ലാ ദിവസവും നടത്തേണ്ടതാണ്. When you read the word of God, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ knowingly or not knowingly, the word is cleansing us. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. Jesus told his disciples, because of the words that I have spoken to you, you are clean. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. Hallelujah. Hallelujah. So when you read the Bible, നിങ്ങൾ വചനം വായിക്കുമ്പോൾ, when you meditate the Bible, വചനം ധ്യാനിക്കുമ്പോൾ, it has cleansing power. അതിന് ശുദ്ധീകരണ ശേഷിയുണ്ട്. It has purifying power. അതിനെ നിർമ്മലീകരിക്കുന്ന ശക്തിയുണ്ട്. Hallelujah. Hallelujah. So if you are not doing that, നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ you are not holy.
നിങ്ങൾ വിശുദ്ധരല്ല. Hallelujah. ഹല്ലേലൂയ. Ephesians chapter 5 and verse number 26, I think the Bible is talking about washing with the word. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വചനത്തിലാണ് ചിന്തിക്കുന്നു കർത്താവിന്റെ വചനത്താലുള്ള കഴുകലിനെ കുറിച്ച് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. So we can wash ourselves with the word of God. നമുക്ക് ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ കഴുകുവാൻ കഴിയും. Number 4, by the truth. 4 സത്യത്താൽ. John chapter 17 verse number 17. യോഹന്നാന്റെ സുവിശേഷം 17:17. And Jesus is praying, കർത്താവ് ഇവിടെ Father, പ്രാർത്ഥിക്കുകയാണ്, sanctify them with the truth. പിതാവേ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? The truth has the power to set us free. ഈ സത്യത്തിന് നമ്മളെ സ്വതന്ത്രരാക്കുവാനുള്ള ശേഷിയുണ്ട്. It has the power to sanctify us. നമ്മളെ നിർമ്മലീകരിക്കുവാനുള്ള ശേഷിയുണ്ട്. God's truth eliminates the devil's lies. ദൈവത്തിന്റെ സത്യം പിശാചിന്റെ നുണകളെ പുറത്താക്കി കളയുന്നു. Hallelujah. Hallelujah. So in this world we are hearing a lot of lies of the devil. ഈ ലോകത്തിൽ നമ്മൾ പിശാചിന്റെ ഒത്തിരി നുണകൾ നമ്മൾ കേൾക്കാറുണ്ട്. Many things that we hear and believe are lies from the devil. നമ്മൾ കേൾക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും പിശാചിന്റെ ചില നുണകളാണ്. They are not truth, they are untruth. അവ സത്യമല്ല, അത് അസത്യമാണ്. So when we read the Bible and know the truth will just make void or nullify or eliminate the lies of the devil. നമ്മൾ വചനം വായിക്കുമ്പോൾ അങ്ങനെ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സത്യം നമ്മിൽ നിന്നും പിശാചിന്റെ നുണകളെ എടുത്തു കളയുന്നു, പുറത്താക്കി കളയുന്നു. So through knowing the truth and believing the truth, we will be made holy. ഈ സത്യം അറിയുന്നതിലൂടെ, അത് വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. So we have to pray for more and more revelation of the truth. നമ്മൾ അതുകൊണ്ട് സത്യത്തിന്റെ കൂടുതൽ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. So what you are just doing now is knowing more truth. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ കൂടുതൽ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. So when the truth comes, it will bombard all the lies of the devil. അങ്ങനെ സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിശാചിന്റെ എല്ലാ നുണകളെയും അത് തുരത്തി ഓടിക്കും. Hallelujah. ഹല്ലേലൂയ. Number 5, by God's promises. 5 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാൽ. This is found in 2 Corinthians chapter 7 and verse number 1. നമ്മൾ ഇത് 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വചനത്തിലാണ് നമ്മൾ കാണുന്നത്. Hallelujah. ഹല്ലേലൂയ. So God has given us a lot of promises. കർത്താവ് നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളെ നൽകിയിട്ടുണ്ട്. When we hold on to these promises, നമ്മൾ ഈ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ we will be shunning away a lot of sinful ways because we want to achieve the promises of God. കാരണം ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുവാനായി നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ മറ്റു പല പാപത്തിന്റെ പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തെന്നി ഒഴിയുവാനിടയാകും. Hallelujah. ഹല്ലേലൂയ. Because our focus is to reach the promises of God. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ കർത്താവിന്റെ ഈ വാഗ്ദത്തങ്ങളെ പിടിക്കുക എന്നുള്ളത്. Number 6, through the Holy Spirit. 6 പരിശുദ്ധാത്മാവിനാൽ. 2 Thessalonians chapter 2 and verse number 13. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വചനം. Hallelujah. ഹല്ലേലൂയ. And we have many other verses. അതുപോലെ നിരവധി വചനങ്ങളുണ്ട്. This is through the Holy Spirit residing in us. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നതിലൂടെയാണ് സാധിക്കുക. As you know, the Holy Spirit is a Holy Spirit. നിങ്ങൾക്കറിയാവുന്ന പോലെ പരിശുദ്ധാത്മാവ് ഒരു പരിശുദ്ധ ആത്മാവാണ്. Hallelujah. ഹല്ലേലൂയ. So when the Holy Spirit is always residing in us, പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് എപ്പോഴും വസിക്കുമ്പോൾ what happens is His nature will be imparted into us. അവന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടും. In my opinion, the most patient person in the world is the Holy Spirit. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ദീർഘക്ഷമയുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധാത്മാവാണ്. Because we all have sinful nature. കാരണം നമുക്ക് എല്ലാവർക്കും പാപ സ്വഭാവമുണ്ട്. Per day we commit a lot of mistakes. എല്ലാ ദിവസവും നമ്മൾ നിരവധി പാപം ചെയ്യുന്നു. But the Holy Spirit is patiently staying in us. എന്നാൽ പരിശുദ്ധാത്മാവ് വളരെ ദീർഘക്ഷമയോടെ നമ്മുടെ അകത്ത് വസിക്കുകയാണ്. Sometimes we grieve the Holy Spirit. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. But still the Holy Spirit is there. അപ്പോഴും പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. But in the Old Testament, Genesis chapter 6, എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പറയുന്നു, Holy Spirit was in man for a time being, പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. and he was observing them. അവരെ അവൻ നോക്കിക്കൊണ്ടിരുന്നു. And he found out one thing. പക്ഷെ അവൻ ഒരു കാര്യം All മനസ്സിലായി. the heart's intentions of the human beings are always prone to sinfulness. So the Holy Spirit departed them. He knew that they are flesh and carnal. എന്നാൽ പരിശുദ്ധാത്മാവ് താൻ മനസ്സിലാക്കി ഈ മനുഷ്യൻ ജഡമാണ്, അവൻ ജഡീകനാണ്, അവന്റെ എല്ലാ ചിന്തകളും പാപത്തിലേക്കാണ്, അവന്റെ പ്രകൃതം പാപത്തിന്റെ പ്രകൃതമാണെന്ന് മനസ്സിലാക്കി അവൻ അവരെ വിട്ടുപോയി. The Holy Spirit was fed up with them and he departed them.
പരിശുദ്ധാത്മാവ് അവരിൽ നിരാശനായിക്കൊണ്ട് അവരെ വിട്ടുപോയി. But thank God it was under the old covenant. പക്ഷേ അത് പഴയ നിയമ കാലഘട്ടത്തിൽ ആ പഴയ നിയമത്തിന്റെ കീഴിലായതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. Hallelujah. Hallelujah. But we are living under the new covenant. എന്നാൽ നമ്മൾ ഒരു പുതിയ ഉടമ്പടിയുടെ കീഴിൽ വസിക്കുന്നവരാണ്. We have a blood covenant with the Father. ഇന്ന് നമുക്ക് പിതാവുമായിട്ട് ഒരു രക്ത ഉടമ്പടിയാണുള്ളത്. Even though we are unfaithful, He is faithful. നമ്മൾ ഇന്ന് അവിശ്വസ്തരാണെങ്കിലും അവൻ വിശ്വസ്തനാണ്. That's why the Holy Spirit, even though He is fed up with us, He is not departing us. അതുകൊണ്ട് പരിശുദ്ധ പലപ്പോഴും നമ്മൾ അവനെ നിരാശരാക്കാറുണ്ടെങ്കിലും അവൻ നമ്മെ വിട്ടു പോകാത്തത്. Hallelujah. ഹല്ലേലൂയ. Give the Holy Spirit a hand clap, please. കരങ്ങളെ ചേർത്തടിച്ച പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞാലോ. Hallelujah. ഹല്ലേലൂയ. The seventh one is by offering ourselves. ഏഴാമത്തേത് നമ്മെ തന്നെ അർപ്പിക്കുന്നതിലൂടെ യാഗമാക്കുന്നതിലൂടെ. Romans 6:19. റോമർ 6:19. This shows our commitment to the Lord. ഇത് കർത്താവിനോടുള്ള നമ്മളുടെ തീരുമാനങ്ങളെ Our കാണിക്കുന്നു. dedication to the Lord. നമ്മുടെ സമർപ്പണത്തെ കാണിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Eighth one, in reverence for God. എട്ടാമത്തേത് ദൈവത്തോടുള്ള ഭക്തി നിമിത്തം. 2 Corinthians 7:1. 2 കൊരിന്ത്യർ 7:1. This is all about the fear of God that we should have. ഇത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ദൈവ ഭയത്തെ കുറിച്ചാണ് പറയുന്നത്. When do we commit sin? എപ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്? When there is no fear of God in us. ദൈവത്തെ കുറിച്ചുള്ള ഭയം നമ്മൾ ഇല്ലാതാവുമ്പോൾ. Hallelujah. ഹല്ലേലൂയ. So as a child of God, we should have the fear of God in us. നമ്മൾ ഒരു ദൈവവൈതൻ എന്ന നിലയിൽ ദൈവ ഭയം നമ്മുടെ അകത്ത് ഉണ്ടാകേണ്ടതാണ്. Hallelujah. Hallelujah. When we have the fear of God, we will make our life holier. നമ്മൾക്ക് ദൈവഭയമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധിയിലേക്ക് നയിക്കും. Number 9, through discipline of God. ഒൻപതാമത് ദൈവത്തിന്റെ ശിക്ഷണത്തിലൂടെ. Hebrews chapter 12 verse number 10. എബ്രായ ലേഖനം 12:10. God will take us through different life experiences. ദൈവം നമ്മളെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകും. Through these experiences, God will speak to us. ഈ അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും. Sometimes when we go astray from God, God may allow us to go through some painful experiences. പലപ്പോഴും കർത്താവ് നമ്മളെ വേദന നിറഞ്ഞ ചില അവസ്ഥകളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമ്മളെ അനുവദിക്കും. When we go astray from God. നമ്മൾ കർത്താവിൽ നിന്ന് നമ്മൾ അകന്ന് സഞ്ചരിക്കുമ്പോൾ ചില വേദനകളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ കർത്താവ് അനുവദിക്കും. And through the experiences, God will discipline us. എന്നാൽ അതിലൂടെയുള്ള ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ ശിക്ഷണം ചെയ്യും. Painful experiences are not from the Lord. God just allows that because there is no other way. ഈ വേദന നിറഞ്ഞ അനുഭവങ്ങൾ ദൈവം നിന്റെ മേൽ തരുന്നതല്ല. ആ സാഹചര്യങ്ങൾ നിമിത്തം കർത്താവ് മറ്റൊരു ഉപാധിയുമില്ലാത്തതുകൊണ്ട് കർത്താവ് അനുവദിക്കുകയാണ്. Another way of disciplining us is through the rebuking of the Spirit. മറ്റൊരു രീതിയിൽ കർത്താവ് നമ്മളെ ശിക്ഷണം ചെയ്യുന്നത് ആത്മാവിന്റെ ശാസനയിലൂടെ. The Holy Spirit will rebuke us. പരിശുദ്ധാത്മാവ് നമ്മളെ ശാസിക്കും. He will use the word of God for that. അതിനുവേണ്ടി ദൈവത്തിന്റെ വചനം അവൻ ഉപയോഗിക്കും. When we go from the Lord, sometimes the Holy Spirit will strongly rebuke inside of us. നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മളെ ശാസിക്കും. If you are disciplined, if you are rebuked, that means you are still a child of the Most High God. നിങ്ങൾ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശാസന കേൾക്കാറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും ദൈവത്തിന്റെ ഒരു പൈതലാണെന്നാണ്. Hallelujah. Hallelujah. If you are disciplined, if you are rebuked, that means you are not a bastard, you are not an illegal child, but you are a legal child of God. നിങ്ങൾ ഇതുപോലെ ദൈവത്തിന്റെ ശിക്ഷണത്തിലൂടെ കടന്നു പോകാറുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശാസിക്കാറുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും ദൈവ പൈതലാണ്. നിങ്ങൾ അപ്പനമ്മമാർ ഇല്ലാത്തവരല്ല, നിങ്ങൾ ജാരസന്തതികളല്ല. Hallelujah. Hallelujah. I have 2 children, I discipline them. എനിക്ക് 2 മക്കളുണ്ട്, ഞാൻ അവരെ ശിക്ഷണം ചെയ്യുന്നു. Many a times I rebuke them. പലപ്പോഴും ഞാൻ അവരെ ശാസിക്കുന്നു. But I never do disciplining or rebuking with the neighbor's children. പക്ഷേ ഞാൻ എൻ്റെ അയൽവാസിയുടെ കുട്ടിയെ പോയി ഞാൻ ശാസിക്കാറില്ല. Why? എന്തുകൊണ്ടാണ്? They are not my children. അവർ എൻ്റെ കുട്ടികളല്ല. I love my children, so I discipline them. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ ശിക്ഷണം ചെയ്യും. Listen to this. എന്നെ ശ്രദ്ധിച്ചാലും Discipline is equal to love. ശിക്ഷണം എന്നാൽ സ്നേഹമാണ്. ഒന്നുകൂടെ. ശിക്ഷണം എന്നാൽ സ്നേഹമാണ്. അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കുക. ശിക്ഷണം എന്നാൽ സ്നേഹമാണ്. Hallelujah. If your father is rebuking you, disciplining you, that is equal to love. നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാണ്. Hallelujah. Hallelujah. As a minister of God, if I discipline you, if I rebuke you, that means love. ഒരു ദൈവ ശുശ്രൂഷക്കാരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ശിക്ഷണം ചെയ്യുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ ശാസിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Punishment can be destructive, but discipline is always constructive and building your life. ശിക്ഷ എന്നത് ഒരാളെ ഒരുപക്ഷെ നശിപ്പിച്ചു കളയും, എന്നാൽ ശിക്ഷണം എന്നത് ഒരാളെ പണിതുയർത്തുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. സഹോദരിയുടെ മകന് കർത്താവ് കൊടുത്ത ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നിൽക്കുന്നത്. മകൻ മലപ്പുറം മെഡിക്കൽ കോളേജിൽ സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് UAE അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലുകളിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അതിന് എക്സാം എഴുതണം. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമാണ്. വളരെ കുറച്ച് പേര് മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. അങ്ങനത്തെ ഒരു എക്സാമാണ്. അപ്പോൾ അങ്ങനെ 35,000 രൂപ കൊടുത്ത് കെട്ടിവെച്ച് ഒത്തിരി ആളുകൾ എഴുതുന്ന ഒത്തിരി സാലറിയിൽ ജോലി കിട്ടുന്നൊരു എക്സാമാണ്. അപ്പോൾ അത് അവർ എഴുതാൻ വേണ്ടി എല്ലാം ചെയ്തു. അത് അവർ ചെയ്തത് ആ മകൻ വന്ന് നമ്മുടെ കൊല്ലം ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ശുശ്രൂഷകരെ കൊണ്ട് ഇതിന് എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയും ചെയ്തു. എക്സാം ഹോളിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ താൻ ഓൺലൈനിലുള്ള എക്സാമാണ്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കി തനിക്ക് അതിൻ്റെ 15% മാത്രമേ ഉത്തരം അറിയത്തുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെ ഒരൊറ്റ വിളി വിളിച്ചു. എക്സാം ഹോളിനകത്തിരുന്നുകൊണ്ട് ഒറ്റ വിളി വിളിച്ചു. ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, യേശുവിനെ ഏത് സമയത്തും വിളിക്കാം. ഒരു പ്രയാസം വരുമ്പോൾ അമ്മോ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്, അയ്യോ എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷെ എന്താ വിളിക്കേണ്ടത്? ഒരു പ്രയാസഘട്ടം വരുമ്പോൾ യേശുവിനെ വിളിക്കണം. കാരണം യേശുവിനെ കുറിച്ച് പറയുന്നത് ആപത്ത് കാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ. വലിയൊരു പ്രയാസത്തിലായിരിക്കുമ്പോൾ 100 പേരെ ഫോൺ കറക്കി വിളിക്കുന്നതിനേക്കാൾ നല്ലതാണ് യേശുവേ എന്നൊരൊറ്റ വിളി വിളിക്കുക. അമ്മയുടെ മോൻ അതാ ചെയ്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? പറയുന്നത് ആ എക്സാമിൽ നല്ല മാർക്കോടുകൂടെ പാസ്സാകുവാൻ സഹായിച്ചു. അത് മാത്രമല്ല UAE നിന്ന് അവിടുന്ന് ആളുകൾ ഈ മോനെ വിളിച്ച് അഭിനന്ദിക്കുവാനിടയായി തീർന്നു. മറ്റ് ചെലവുകളൊന്നുമില്ലാതെ തനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഗൾഫിലേക്ക് പോകുവാൻ, ചെലവുകളില്ലാതെ ഇവിടുന്ന് യാത്രയാകാനും അവിടെ പോകുവാനും ഇടയായി തീർന്നു. ഇപ്പോൾ അവർ പുതിയ വീട് മേടിക്കാനുള്ള കാര്യങ്ങളും അങ്ങനെയെല്ലാം ദൈവം അവരെ ഒത്തിരി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ നാമം ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി, അവിടെ തുടങ്ങി അങ്ങ് ഉയർച്ച തുടങ്ങിയാണ്. ഒന്നുകൂടെ കൈകളടിച്ച് യേശുവിനെ നന്ദി പറയാം. കർത്താവേ, ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. നമ്മുടെ മകനൊരു ഉയർച്ച കൊടുത്തു, ഒറ്റ വെളിയിൽ കർത്താവ് പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവ്, ഇവിടെ അമ്മമാരുണ്ട്, മക്കളുള്ളവരുണ്ട്, മക്കളിവിടെയുണ്ട്. ആർക്കെല്ലാം ജീവിതത്തിലൊരു വലിയ വിടുതലും ഉയർച്ചയും ആവശ്യമാണോ, യേശുവെ എന്ന് വിളിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് നീ അത്ഭുതം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടത്തിൽ കർത്താവെ, രോഗങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം മെയ് 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോ വ്യക്തിയെയും യേശുവെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഭാരത്തിലായിരിക്കുന്ന വ്യക്തികളെ അങ്ങ് ഈ സമയത്ത് തന്നെ ആ ദുഃഖങ്ങളും കട്ട പിടിച്ചു നിൽക്കുന്ന പ്രയാസങ്ങളും വ്യസനവും അവരുടെ ഹൃദയത്തിൽ നിന്നും അങ്ങ് ഉരുക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ കർത്താവെ, ഇപ്പോൾ തന്നെ ആ സമാധാനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട് ഇനി എന്താകുമെന്ന് പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, എന്നാൽ യേശു അത്ഭുതകരമായ മറ്റൊരു ജോലി അതിനേക്കാൾ നല്ല രീതിയിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക. സാമ്പത്തികമായ വലിയ പ്രയാസത്തിലൂടെ പോകുന്ന വ്യക്തികൾ, കർത്താവെ അവർക്ക് വേണ്ടി പുതിയ വഴികൾ അങ്ങ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പിത്താശയം, ഗോൾ ബ്ലാഡറിലുള്ള പ്രയാസങ്ങൾ, കല്ല് തുടങ്ങിയത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോൺ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. നിരന്തരം പൈൽസ് രോഗത്താൽ പ്രയാസപ്പെടുന്ന
ചില സഹോദരന്മാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വലിയ വിടുതലുകൾ കർത്താവെ എല്ലാവരിലും അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആത്മീയമായൊരു വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് ചേർന്ന് അവർ എത്രയും വേഗം കൂടുതൽ പ്രോഗ്രസ് ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് എല്ലാവരെയും അനുഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ, അലർജികൾ മാറിപ്പോകട്ടെ. രോഗമോ പ്രയാസമോ നിങ്ങൾ അനുഭവിക്കുന്ന എന്താണെങ്കിലും ഈ സമയത്ത് കൈകൾ നീട്ടി ആ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ ഓരോ വ്യക്തികളിലേക്കും വന്നു ചേരട്ടെ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ ഒറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാത്രമേ ഉള്ളൂ. ഈ വെള്ളിയാഴ്ച കൊല്ലത്താണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുക്കണം. ഈ ഞായറാഴ്ച കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും മറ്റുള്ള എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി സ്പെഷ്യലായി പ്രെയറുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളും അവരുടെ പാരൻസും വന്നു ചേരുക. ആ സ്പെഷ്യൽ പ്രെയറിൽ പങ്കെടുത്ത് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രെയർ ഡയറി, പ്രാർത്ഥനയിൽ നമ്മെ വളർത്തുന്ന ഒരു പുസ്തകമാണ്. ആശിഷുമാരി എന്ന മറ്റൊരു പുസ്തകം, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി, ഇതെല്ലാം മറ്റ് പല ടൈറ്റിൽസ് ആൻഡ് സീരീസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം, ഓൺലൈനായി കരസ്ഥമാക്കാം, ആമസോണിലൂടെ കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.